പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19. പ്രധാന വാർത്തകൾ. മഴയെ തുടർന്ന് ഒമാനിൽ മരണപ്പെട്ടവരുടെ എണ്ണം 21 ഉയർന്നു. മഹൂത്തിൽ കാണാതായ സ്വദേശി വനിതയുടെയും സഹമിൽ കാണാതായ പ്രവാസിയുടെയും മൃതദേഹം വ്യാഴാഴ്ച രാവിലെയോടെയാണ് കണ്ടെത്തിയത്. സഹമിൽ നിന്ന് ബുധനാഴ്ച വൈകിട്ടോടെ പ്രവാസി ബാലികയുടെയും മൃതദേഹം കണ്ടെത്തിയിരുന്നു. 11 കുട്ടികളും പ്രവാസി മലയാളിയും മരിച്ചവരിൽ പെടുന്നു. രാജ്യമെങ്ങും വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നഷ്ടമാണ് ഉണ്ടായത്. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും വാഹനങ്ങൾ അടക്കമുള്ളവ ഒലിച്ചു പോവുകയും ചെയ്തു. മരങ്ങൾ, വൈദ്യുത പോസ്റ്റുകൾ, സിഗ്നലുകൾ തുടങ്ങിയവ നിലംപതിച്ചപ്പോൾ ചിലയിടങ്ങളിൽ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിരവധി കടകളിലാണ് വെള്ളം കയറിയത്. വലിയ നാശനഷ്ടമാണ് വിവിധ ഗവർണറേറ്റുകളായി കണക്കാക്കുന്നത്. കനത്ത കാറ്റിലും മഴയിലും പ്രളയത്തിലും അകപ്പെട്ട 1000-ലധികം പേരെ രക്ഷപ്പെടുത്തുകയും 600-ലധികം ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ദിവസങ്ങൾക്കിടെ 1630 പേരെ രക്ഷപ്പെടുത്തിയതായും 630 പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഏവിയേഷൻ വിഭാഗം ഹെലികോപ്റ്ററിൽ 50ഉം മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് 152 രക്ഷാപ്രവർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിലായി നടത്തിയത്. മഴ മാറുകയും വെള്ളമിറങ്ങുകയും ചെയ്തതോടെ രാജ്യത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്നു. അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നാഷണൽ കമ്മിറ്റി ഫോർ എമർജൻസി മാനേജ്മെന്റിന് കീഴിൽ വിവിധ ഗവർണറേറ്റുകളിൽ 143 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് തുറന്നിരുന്നത്. പ്രവാസികളും തദ്ദേശീയരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി. നിരവധി കുടുംബങ്ങൾക്കുൾപ്പെടെ ക്യാമ്പ് വലിയ ആശ്വാസമായിരുന്നു. ഷെൽട്ടറുകളിലെത്തിയവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടങ്ങളിൽ ലഭ്യമാക്കുകയും ചെയ്തു. മുസന്തം ഗവർണറേറ്റിലെ കംസർ ഗ്രാമത്തിൽ നിന്നും റോയൽ നേവി ഓഫ് ഒമാൻ ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലുമായി ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ കുടുംബങ്ങളെ ഇന്നലെ വീടുകളിലേക്ക് തിരികെ എത്തിച്ചു. ഈ പ്രദേശങ്ങളിൽ മഴ ഒഴിയുകയും അപകട സാഹചര്യം മാറുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇവരെ തിരികെ വീടുകളിൽ എത്തിച്ചത്. ACC 2020 പ്രീമിയർ കപ്പ് സെമി പോരാട്ടത്തിന് ഒമാൻ ഇന്നിറങ്ങും. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞ് 2:30 മത്സരം ആരംഭിക്കും. ഹോങ്കോങ് ആണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കി 1-ാം സ്ഥാനക്കാരായാണ് ഒമാൻ സെമിയിലെത്തിയത്. ഗ്രൂപ്പ് എയിലെ 2-ാം സ്ഥാനക്കാരായിരുന്നു ഹോങ്കോങ്. എന്നാൽ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2-ാം സ്ഥാനത്തും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ 1-ാം സ്ഥാനത്തുമുള്ള താരങ്ങൾ അണിനിരക്കുന്ന ഹോങ്കോങ്ങിനെതിരെയുള്ള മത്സരം ആതിഥേയർക്ക് എളുപ്പമാകില്ല. ഇന്ന് നടക്കുന്ന ആദ്യ സെമി പോരാട്ടത്തിൽ നേപ്പാൾ UAE നേരിടും. രാവിലെ 10 മണിക്കാണ് മത്സരം. സെമി വിജയികൾ 21-ന് നടക്കുന്ന ഫൈനലിൽ ഏറ്റുമുട്ടും. ഇന്നത്തെ സെമി പോരാട്ടത്തിൽ തോൽവി വഴങ്ങുന്നവർ നാളെ 3-ാം സ്ഥാനക്കാർക്കായുള്ള മത്സരത്തിലും ഏറ്റുമുട്ടും. മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്ത് വിലായത്തിലെ റഖ്മർ പ്രദേശത്തുള്ള കൃഷിയിടത്തിൽ തീപിടുത്തം. ഇവിടെയുണ്ടായിരുന്ന തൊഴിലാളികളുടെ താമസ സ്ഥലമാണ് കത്തി നശിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. അഗ്നിശമന സേനയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മഹാവീർ ജയന്തി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഈ മാസം 21-ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത മയക്കുമരുന്ന് വേട്ട നടത്തി റോയൽ ഒമാൻ പോലീസ് ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1200 പാക്കറ്റ് ഘാട്ട് പോലീസ് പിടിച്ചെടുത്തു. കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി അറബ് രാജ്യക്കാരായ 4 പേർ പിടിയിലായത്. മറ്റൊരു സംഭവത്തിൽ 65 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത്, 40 കിലോഗ്രാം ഹാഷിഷ് എന്നിവയുമായി 5 പ്രവാസികൾ അറസ്റ്റിലായി. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോമ്പാക്ടിംഗ് നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. 2 സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു.
മഴയെ തുടർന്ന് വൃത്തിഹീനമായ റോഡുകളും പൊതുയിടങ്ങളും ശുചീകരിക്കുന്ന പ്രവൃത്തിയിലേർപ്പെട്ട് വിവിധ മുനിസിപ്പാലിറ്റികൾ. മസ്കത്ത്, ദാഖിലിയ, ബുറൈമി, ബാത്തിന, ഷർക്കിയ ഗവർണറേറ്റിൽ ഉൾപ്പെടെ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ചത്. പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ മാലിന്യം റോഡുകളിലേക്ക് ഒഴുകിയെത്തി. റോഡുകളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശത്തെ റോഡുകളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കി വരികയാണ്. മഴയിൽ അടിഞ്ഞുകൂടിയ മണൽ, പൊടി, മാലിന്യം തുടങ്ങിയവയാണ് മുനിസിപ്പാലിറ്റി വൃത്തിയാക്കിയത്. മഴയോടൊപ്പം ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയിരുന്നു. ഇവയും റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും നീക്കം ചെയ്തു വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ പ്രദേശവാസികളും ശുചീകരണ പ്രവൃത്തികളിൽ പിന്തുണയുമായി രംഗത്തുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങളുടെ കരുതൽ നടപടികൾ തുടരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുകയാണ് അധികൃതർ. വാദി ബനി ഖാലിദ് പ്രദേശവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം വിതരണം ചെയ്തു. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് സാധനങ്ങൾ ഇവിടങ്ങളിൽ എത്തിച്ചു നൽകുന്നത്. തെറ്റായ തൊഴിൽ വിവരങ്ങളും വ്യാജ വാഗ്ദാനങ്ങളും നൽകി പ്രവാസി വനിതകളെ അനധികൃതമായി രാജ്യത്ത് കൊണ്ടുവന്ന സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പ്രവാസികളാണ് അറസ്റ്റിലായത്. ഇവരുടെ നാട്ടുകാരായ വനിതയെയാണ് മനുഷ്യക്കടത്തിലൂടെ ഒമാനിലെത്തിച്ചത്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഏപ്രിൽ 22 വെള്ളിയാഴ്ച നടക്കും. എംബസി അങ്കണത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച് 4 മണിക്ക് അവസാനിക്കും. അംബാസഡർ അമിത് താരംഗ് സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനും വിവിധ വിഷയങ്ങളിൽ എംബസിയുടെ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അവസരം ലഭിക്കും. ആലപ്പുഴ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. ചെങ്ങന്നൂർ വെൺമണിത്താഴം കണ്ണങ്ങാട്ട് ഹൗസിൽ രാജേഷ് രാധാകൃഷ്ണനാണ് റോവിയിൽ മരണപ്പെട്ടത്. റോവിയിലെ റെസ്റ്റോറന്റ് ഗ്രൂപ്പിൽ സീനിയർ അക്കൗണ്ടന്റായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഭൗതിക ശരീരം തുടർ നടപടികൾക്ക് ശേഷം നാട്ടിൽ കൊണ്ടുപോയി ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് വെൺമണിയിലുള്ള വസതിയിൽ സംസ്കരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിൽ വരും ആഴ്ചയിലും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും ഏപ്രിൽ 24-നും 25-നും രാജ്യത്ത് വീണ്ടും മഴയെത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് അൽ മഷേക്കി പറഞ്ഞു. വരുന്ന ആഴ്ചയിൽ വീണ്ടും കാലാവസ്ഥാ മാറ്റമുണ്ടാകുമെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഖാദൂരി പറഞ്ഞു. അതേസമയം തുടർച്ചയായി 4 ദിവസം ദുരിതം നിറച്ച് പെയ്തിറങ്ങിയ മഴ മാറി മാനം തെളിയുകയാണ് രാജ്യത്തെങ്ങും. ചില സ്ഥലങ്ങളിൽ ഇന്നലെ നേരിയ മഴ പെയ്തിറങ്ങിയെങ്കിലും മിക്ക സ്ഥലങ്ങളിലും വെളിച്ചമുള്ള കാലാവസ്ഥയാണ്. റോഡുകളിലും മറ്റുമുണ്ടായ തടസ്സങ്ങൾ നീക്കുന്നതിനും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒമാനിലെ പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 19-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന മെഗാ തിരുവാതിര മെയ് 4 ശനിയാഴ്ചയിലേക്ക് മാറ്റിയതായി സുഹാർ മലയാളി സംഘം സെക്രട്ടറി വാസു ചിറ്റൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സുഹാറുമായി സഹകരിച്ചാണ് കലാമാമാങ്കം അരങ്ങേറുന്നത്. ഒമാനിൽ ആദ്യമായി 400ഓളം നർത്തകിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരുക്കുന്ന മെഗാ തിരുവാതിരയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷമാണ് കാലാവസ്ഥ പ്രതികൂലമായത്. മെയ് 4-ന് സുഹാർ സല്ലാൻ പാലത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ വൈകുന്നേരം 6:30 മുതൽ മെഗാ തിരുവാതിരയും പഞ്ചവാദ്യവും വ്യത്യസ്ത സ്റ്റേജ് പരിപാടികളും അടങ്ങുന്ന കലാവിരുത് അരങ്ങേറുമെന്ന് സുഹാർ മലയാളി സംഘം പ്രസിഡന്റ് മനോജ് കുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ബിദിയയിൽ മഴ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ച പത്തനംതിട്ട സ്വദേശി സുരേഷ് കുമാറിന്റെ സഹോദരൻ സുനിൽ കുമാറും കുടുംബവും ICFന്റെ സഹായത്തിൽ നാട്ടിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പെരുമഴയിൽ ജോലി സ്ഥലത്തെ മതിലിടിഞ്ഞാണ് സുരേഷ് കുമാർ മരണപ്പെട്ടത്. സുരേഷ് കുമാറിന്റെ മൃതദേഹം സാമൂഹിക സംഘടനകൾ ഇടപെട്ട് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിച്ചിരുന്നു. അപ്രതീക്ഷിത ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലായ സുനിൽ കുമാറിന്റെ സഹോദരനും കുടുംബത്തിനും ടിക്കറ്റും മറ്റു സഹായങ്ങളും നൽകിയാണ് ICF ഒമാൻ നാഷണൽ കമ്മിറ്റി യാത്രാ സൗകര്യമൊരുക്കിയത്.
വിദിയയിൽ മഴ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ച പത്തനംതിട്ട സ്വദേശി സുരേഷ് കുമാറിന്റെ സഹോദരൻ സുനിൽകുമാറും കുടുംബവും ICFന്റെ സഹായത്തിൽ നാട്ടിലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പെരുമഴയിൽ ജോലി സ്ഥലത്തെ മതിലിടിഞ്ഞാണ് സുരേഷ് കുമാർ മരണപ്പെട്ടത്. സുരേഷ് കുമാറിന്റെ മൃതദേഹം സാമൂഹിക സംഘടനകൾ ഇടപെട്ട് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിച്ചിരുന്നു. അപ്രതീക്ഷിത ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലായ സുനിൽകുമാറിന്റെ സഹോദരനും കുടുംബത്തിനും ടിക്കറ്റും മറ്റു സഹായങ്ങളും നൽകിയാണ് ICF ഒമാൻ നാഷണൽ കമ്മിറ്റി യാത്രാ സൗകര്യം ഒരുക്കിയത്. വിവിധ ഗവർണറേറ്റുകളിൽ മഴയെ തുടർന്ന് തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ വഴികളിലെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുകയാണ്. വലിയ കേടുപാടുകൾ സംഭവിച്ച റോഡുകൾക്ക് പകരം താൽക്കാലിക പാതകൾ ഒരുക്കും. വടക്കൻ ഗവർണറേറ്റുകളിലാണ് വലിയ തോതിൽ റോഡുകൾക്ക് ശക്തമായ മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.